ഹലോ, ജോജിമാസ് കിച്ചൻ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ പെരി പെരി അൽഫാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനും ബാക്കി സ്റ്റോറിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. വേഗം വരൂ. ആദ്യത്തെ സ്റ്റെപ്പ്, അൽഫാമിലേക്കുള്ള മസാല പൗഡർ നമ്മൾ വീട്ടിൽ തന്നെയാണ് പൊടിച്ച് എടുത്തത്. പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അതിൻ്റെ ആ കറക്റ്റ് ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള മല്ലിപ്പൊടി യൂസ് ചെയ്യരുത്. രണ്ടും രണ്ട് തന്നെ ടേസ്റ്റാണ്. അപ്പോൾ മുഴുവനോടെയുള്ള മല്ലി, ഉണക്കമുളക്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, ഇത്രയും ഐറ്റംസ് അതിൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത്രയും ഐറ്റംസ് നല്ലതുപോലെ മീൻസ് നല്ല ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് മല്ലിയൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന, കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ പൊട്ടി വരുന്ന ആ ഒരു പരുവം, ആ പരുവമാവുന്നത് വരേക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലെ പൊട്ടുന്ന പരുവാകുമ്പം നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് തണുത്ത ശേഷം നല്ലപോലെ ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് അൽഫാമിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള, തക്കാളി കുറച്ച് മതി, തക്കാളിയും മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും, പുളിയില്ലാത്ത തൈര്, അതല്ലെങ്കിൽ യോഗേർട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. യോഗേർട്ട് ഇത്രയും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള അളവുകൾ അനുസരിച്ച് ഇതും എടുത്ത് അതിലൂടെ കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഐറ്റംസ് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ മസാല പൗഡർ ചെയ്ത സമയത്ത് ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിലും മാക്സിമം ഈ ഐറ്റംസിൻ്റേതായ അരപ്പ് ആഡ് ചെയ്യുമ്പോഴും ഐറ്റംസിൻ്റേതായിട്ടുള്ള വെള്ളം തന്നെ അതിൽ വരുന്നുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് ഒരു കാരണവശാലും ആക്കരുത്. ഇനി നമുക്ക് ചിക്കൻ്റെ നമ്മൾ ഈ ഒരു പീസസാണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ല പോലെ മാക്സിമം വരഞ്ഞ് അതിൻ്റെ വെള്ളം നല്ല പോലെ കളഞ്ഞിട്ട് നല്ല പോലെ ഉപ്പി വെള്ളം കളയുക. വെള്ളം കളഞ്ഞെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ മസാല പൗഡറും കൂടെ അരപ്പിലേക്ക് മിക്സ് ചെയ്തെടുത്ത്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ കളർ ആഡ് ചെയ്യില്ലേ, അതിന് പകരം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, നമ്മൾ ഉപ്പും നേരത്തെ ആഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴാണ് നമ്മളതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ഫൈനൽ അരപ്പ് ഈ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുക. എന്നിട്ട് ഇതിനെ നല്ല പോലെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം എടുത്ത് നമ്മൾ വരഞ്ഞ് അതിലേക്കൊക്കെ നല്ല പോലെ പിടിപ്പിച്ച് കൊടുക്കുക.
ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എത്ര സമയം റെസ്റ്റ് ചെയ്യുന്നോ, ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 hours എങ്കിലും ഇതിനെ ഒന്ന് അടച്ച് വെക്കുക. അത്രയും നമ്മുടെ അൽഫാം സോഫ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് എടുത്ത് ഒരു കാരണവശാലും ഇത് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഹാർഡായിട്ടായിരിക്കും കിട്ടുക. ഒരു 4 മണിക്കൂറെങ്കിലും എടുത്ത് വെച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽഫാം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുക. എന്നാൽ ആ പുളിയും മരപ്പും ഉപ്പും ഒക്കെ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അങ്ങനെ റെസ്റ്റിംഗ് ടൈം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻ വെച്ചിട്ട് ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കറി അത്യാവശ്യം വലിയ പീസാണ്. പിന്നെ ആദ്യം തന്നെ വേവിച്ചെടുക്കാതെയാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്യുന്നത്. അപ്പം വളരെ ലോ ഫ്ലെയിമിൽ കുറച്ചധികം സമയം എടുത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞ് ഇതിനെ ഓപ്പൺ ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടോ, ലോ ഫ്ലെയിമിലായതുകൊണ്ട് അത് മുരിയില്ല. ഈ ഒരു പരുവത്തിലായിരിക്കും തിരിച്ചിടുമ്പോൾ വരിക. അങ്ങനെ കുറച്ചധികം ടൈം എടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കണം ഇതിനെ. നമ്മൾ അൽഫാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരു മൊരിവുണ്ടാവുമല്ലോ, അതേപോലെ മൊരിയിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് എടുക്കുമ്പോൾ നല്ല പോലെ ഉള്ളും വെന്ത് പുറത്ത് നല്ല മുരിവായിട്ടും കിട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ശേഷം നമുക്ക് എന്താ വേണ്ടത്, പെരി പെരി അൽഫാമിലേക്കാണ് ആക്കിയെടുക്കേണ്ടത്. എന്നാൽ നമുക്കൊട്ട് കളർ ആഡ് ചെയ്യാനും പാടില്ല. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത്, വീണ്ടും വേറൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ടൊമാറ്റോ പ്യൂരിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഈ ടൊമാറ്റോ പ്യൂരീൻ്റെ കളറും ഒപ്പം തന്നെ ആ പുളി ഉള്ളൊരു ടേസ്റ്റും പിന്നെ ഈ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറും, എന്നിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. കരിയാതെ ഒന്ന് മൊരിയിച്ചെടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അൽഫാമിലേക്ക് ഇതിനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്ഷമ വേണ്ട പ്രോസസ്സാണ്. സംഭവം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ കുറച്ച് ക്ഷമ എടുത്തിട്ട് വേണം ഓരോ സ്റ്റെപ്പുകളും തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽഫാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു സ്മോക്കി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന അൽഫാമിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ഡിഷിൽ ഇതുപോലെ ഒരു കനൽ കട്ട വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് അതെടുത്ത് മാറ്റാം. അപ്പോൾ ആ അൽഫാമിലേക്ക് ആ ഒരു സ്മോക്കി ഒരു സ്മെല്ല് വിത്ത് ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. താങ്ക്